അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്ന വീഡിയോ മസ്ജിദുൽ ഹറമിലെ ഒരു ചെറിയൊരു കാഴ്ചയാണ്. അതായത് റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച രാവിലെ മസ്ജിദുൽ ഹറമിലെ ഒരു കാഴ്ച. മത്താഫിൽ നിന്നും സഅയിനായിട്ട് സഫയിലേക്ക് പോകുന്ന ഒരു വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് മത്താഫിലെ കാഴ്ചകളാണ്. ഇവിടെ നിന്ന് സായ കഴിഞ്ഞതിന് ശേഷം തവാഫ് കഴിഞ്ഞതിന് ശേഷം സഅയിനായിട്ട് മത്താഫിലേക്ക് പോകുന്ന കാഴ്ചയാണ്. തവാഫ് കഴിഞ്ഞ് ഒരുപാട് പേര് സംസം കുടിക്കാൻ വേണ്ടി അവിടെ സംസം കുടിക്കുന്നത് കണ്ടില്ലേ? അവിടെ വെച്ച് സംസം വെള്ളം കുടിക്കാം. അത് ടു മസ്സ അത് കാണിക്കുന്നില്ല, മസ്സ എന്ന് മുകളിൽ ബോർഡിൽ കാണിക്കുന്നില്ലേ? അതാണ് ടു സഫാൻ മർവയിലേക്ക് പോകുന്ന ഗേറ്റാണ് മത്താഫിൽ നിന്നും. ഗേറ്റ് നമ്പർ 19. ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ കാണുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട് സംസം വെള്ളമുണ്ട്. വേണ്ടിയവർക്ക് അവിടെ നിന്ന് സംസം വെള്ളം കുടിക്കുക. അതായത് തവാഫ് കഴിഞ്ഞതിന് ശേഷം സംസം വെള്ളം കുടിക്കണം എന്നാണല്ലോ പറയല്. കണ്ടില്ലേ മത്താഫ്? ഇവിടെ നിന്നും തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ച് സംസം വെള്ളം കുടിച്ച് സായിനായിട്ട് പോകുന്നവരാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് വെള്ളിയാഴ്ച രാവിലെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. സംസം വെള്ളം കുടിക്കുന്നവരെ കാണാം. ഇവിടെ നിന്നും കുറച്ച് പോകാനുണ്ട്. ഇവിടെ നിന്ന് നേരെ മുകളിലോട്ട് പോയാൽ നമ്മൾ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ കൂടിയ തവാഫ് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇപ്പോൾ അതുവഴി തവാഫ് ചെയ്യുന്നത് ജസ്റ്റ് വീൽ ചെയറിൽ പോകുന്നവർ മാത്രമാണ് തവാഫ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെക്കാട്ടി ഇരട്ടി നമുക്കൊരു റൗണ്ട് തന്നെ ഒരുപാട് ടൈം എടുക്കും. ഒരു റൗണ്ട് അവിടെ കണ്ടില്ല ഇലക്ട്രിക് കാർട്സ്, അതായത് നമുക്ക് വീൽ ചെയർ നമ്മൾ നടക്കാൻ വയ്യാത്തവർക്ക് ഇലക്ട്രിക് വണ്ടിയുണ്ട്. അതിന് വണ്ടി ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇതുവഴി നമ്മളിങ്ങനെ നടന്നു പോകണം. ഇതുവഴി പോയിട്ട് കുറച്ച് അവിടെ എത്തുമ്പോൾ നമുക്ക് സഫയിലായിട്ടാണ് എത്തുക. അത് സഫയുടെ സ്റ്റാർട്ടിങ് സഫയാണല്ലോ, സഫ ടു മർവ. അങ്ങനെയാണല്ലോ നമ്മൾ തവണയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവഴി നേരെ കയറി ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് എത്തുക. അവിടെ നിന്നും തവാഫ് ചെയ്യുന്നവരെ കാണാം. അവിടെ നിന്നും കഅബ ശരീഫിലോട്ട് കാണാനൊക്കെ സാധിക്കും. നല്ല ഭംഗിയാണ് ഇതുവഴി. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. എല്ലാവർക്കും ഇവിടെ എത്താനും ഈ ഒരു കാഴ്ച കാണാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യട്ടെ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഫസ്റ്റ് ഫ്ലോറിലെ ചെറിയൊരു കാഴ്ചയാണ്. അതായത് നമ്മൾ മത്താഫിൽ നിന്നും സഫയിലോട്ട് പോകുന്ന ആ ഒരു വഴിയിലെ ചെറിയ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. കണ്ടില്ലേ? ഫസ്റ്റ് ഫ്ലോർ വഴി തവാഫ് ചെയ്യുന്നവരുടെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വീൽ ചെയറിൽ പോകുന്നവരും അവരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സും മാത്രം ഉണ്ടാവുക. അതായത് കൂടെയുള്ളവരുമാണ് ഉണ്ടാവുക. അല്ലാത്തവരൊക്കെ താഴെ വഴി, അതായത് മത്താഫ് വഴി, ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ വഴി തന്നെ പൊതുവെ നടക്കാൻ ശ്രമിക്കുക. കാരണം ഇതുവഴി ഒരുപാട് പോകാനുണ്ട്, ഇരട്ടി പോകാനുണ്ട്. നിങ്ങളിപ്പോൾ ജസ്റ്റ് കാണുന്നുണ്ടാവും സഫയുടെ ജസ്റ്റ് മലനിരകൾ കണ്ടില്ലേ? നമ്മൾ ഇതാണ് താഴെ നിന്ന് മുകളിലോട്ട് വന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ സഫയിലോട്ട് എത്തിയിട്ടുണ്ട്. സഫയുടെ അടുത്ത് തന്നെ എത്തി. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കഅബ ഷരീഫ് കാണാൻ സാധിക്കും. അവിടെ നിന്ന് സ്റ്റാർട്ടിങ്ങിൻ്റെ സ്ഥലത്ത് സഫയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് നമ്മൾ ഈ കഅബ ഷരീഫിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടാണ് നമ്മൾ സായി തുടങ്ങുന്നത്. നിങ്ങൾ കാണുന്നില്ലേ സഫയിലെ മലകൾ? അതാണ് സഫ നിലകൾ കണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇലക്ട്രിക് കാർട്ടിൻ്റെ സൗകര്യം. ഞാൻ ഇതിനു മുമ്പ് സഫയിലോട്ട് പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ഹജ്ജ് കഴിഞ്ഞതും മുഹറം കഴിഞ്ഞ റബീഉൽ അവ്വലിലെ കാഴ്ചകളും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിലെ നമ്മളെ സഫ മർവയിലും അതായത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമുള്ള മത്താഫിലെ കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് ആ മലനിരകളാണ് സഫ. നിങ്ങൾ സഫയുടെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ. മാഷാ അല്ലാഹ്, ഇതാണ് സഫ. ഇൻഷാ അല്ലാഹ് സഫ ടു മർവയിലെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. സഫ മുതൽ മർവയിലോട്ട് പോകുന്നൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച ഇന്ന് പോകുന്ന സഫ ടു മർവ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.